الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا وأنت وسيلتنا أدركنا بلغ العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أرحم الراحمين الملك الجبار يا الله നിന്റെ ഫضل കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് പ്രത്യേകമായി അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരുടെ ജാഹ് കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഞങ്ങളുടെ മഹത്തായ ഈ സ്ഥാപനവുമായി ഇന്ന് ഈ ആത്മീയ സമ്മേളനവുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഈ മജ്ലിസിലുള്ള മഹാന്മാരായ സയ്യിദുമാർ അലമാ ഉമറാ സഹോദരിമാർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ റഹ്മുർ-റഹീമായ റബ്ബേ ബായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്, പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സയ്യിദ് അൻവർ സാദാത്ത് തങ്ങൾ ഉൾപ്പെടെയുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, നേതാക്കൾ, കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഈ വല്ലപ്പുഴ ചൂരപ്പെട്ട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ സിറാജുദ്ദീൻ ഫൈദ് ഉസ്താദ് അടക്കമുള്ള ധാരാളം ഉസ്താദുമാർ നമ്മുടെ യമീനിലും ഷിമാലിലും വറായിലും എല്ലായിടത്തും ഉണ്ട്. നമ്മളെ സിദ്ദീഖ് ഹാജി പൊയിലൂർ, നമ്മൾ മദീനത്തെത്തിയാൽ ബദറിലേക്കും മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ സിയാറത്തിനും ഉംറക്കും എല്ലാം കൂടെ വരുന്ന
ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ യാമ്പോലും ബദറിൽ മടക്കത്തിൽ അവിടെ പോയി. നമ്മൾ യൂസുഫ് ഹാജി വല്ലപ്പുഴ അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങൾ ബയാറ് സ്വലാത്തിനും കടമ്പുഴ ജാർത്തങ്ങൽ സ്വലാത്തിനും എല്ലാം വരുന്ന പ്രിയപ്പെട്ടവരും എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു തങ്ങൾക്കും നമുക്കും എല്ലാവർക്കും റബ്ബേ നിൻ്റെ പ്രത്യേകമായ ഖബൂൽ നൽകി. ഞങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ബറക്കത്തുള്ള ഇസ്സത്തുള്ള ഹിഫ്ളുള്ള സലാമത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഞാൻ ചെറിയൊരു ദുആ വരുന്നിട്ട് വേഗം നിർത്തും. ഞങ്ങൾ പൊള്ളാച്ചിയിൽ വളരെ നേരത്തെ എത്തിയത് ഇവിടെ നിങ്ങൾക്ക് നേരം വൈകരുതെന്ന് കരുതിയിട്ടാണ്. നേരം വൈകി പോയാൽ എല്ലാവർക്കും ഇപ്പം അങ്ങനെയാണല്ലോ, പോയി മഞ്ഞും ഇതൊക്കെ ഉള്ള സമയമാകുമ്പോൾ വൈകി പോയാൽ എല്ലാവർക്കും ഇത് വിഷമാവും. അപ്പോൾ ആരും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്. ഒരാൾ എല്ലാവർക്കും ഉപകാരം ചെയ്തു കൊടുക്കുക, ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതൊരു മുഅ്മിനായ മനുഷ്യൻ്റെ സ്വഭാവം. അമ്പിയാക്കൾ ഉപദേശിച്ചു കൊടുത്ത ഉപദേശമാണ് അതൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ ശ്രേഷ്ഠമായ ഈ ശഅബാൻ മാസം وشعبان شهري قال رسول الله صلى الله عليه وسلم തങ്ങളായ റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം. അൻവർ സാദത്ത് തങ്ങൾ നന്നായിട്ട് വയല് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ വയലല്ല, ഇപ്പം എല്ലാവരും ഒരു ചെറിയ ദുആ വരുന്ന അങ്ങ് പൂർത്തീകരിക്കുക എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമായ ഈ ശഅബാൻ സ്വലാത്തിൻ്റെ വാർഷിക മാസമാണല്ലോ ശഅബാൻ മാസം. ആ മാസത്തിലെ ഈ ശ്രേഷ്ഠമായ രാത്രി തന്നെയാണ് ഇങ്ങനെ നമ്മുടെ സ്ഥാപനം സിദ്ദീഖ ഖാഫി, എന്താ സ്ഥാപനത്തിൻ്റെ പേര്? ദാറുൽ തൗഫീഖ് എന്ന് പറയുന്ന മഹത്തായ നമ്മുടെ ഈ സ്ഥാപനം, അതിൻ്റെ ഈ ചാര് വലിയ ഇഖ്ലാസോട് ധാരാളം ആവശ്യങ്ങൾ ഖൽബിലുണ്ട്. നമുക്ക് ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ സലാമത്ത്, ആ വലിയ പ്രതീക്ഷയോടെയാണ് നാം ഇവിടെ ഉള്ളത്. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണെന്ന് നാം മനസ്സിലാക്കണം. ശഅബാൻ മാസം തന്നെ ഖബൂലുള്ള മാസം, ഇജാബത്തിൻ്റെ മാസം, അഅമാലുകൾക്ക് പ്രത്യേകം ഖബൂലും ദുആക്ക് ഇജാബത്തുള്ള മാസം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം ബറകാത്തുകൾ ചൊരിത മാസമാണ്. എല്ലാവരും ബറകാത്തുകൾ കൊണ്ട് ദുആ ചെയ്ത മാസം. നാമും ബറക്കത്ത് കിട്ടണമെന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഫളായിലുകൾ നിറഞ്ഞ മാസമാണ്. അതോടുകൂടി ഇൽമിൻ്റെ മജ്ലിസ്, അതും റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണല്ലോ. അപ്പോൾ സ്വർഗീയ തോപ്പാണെന്നോ. അപ്പോൾ സ്വർഗത്തിൽ എല്ലാവർക്കും അതറിയാം, എല്ലാ അവാമിനും അറിയാം, അവാമിനാസിനൊക്കെ അറിയാം. സ്വർഗത്തിൽ എന്ത് ചോദിച്ചാലും എന്ത് ആഗ്രഹിച്ചാലും അപ്പോൾ അത് ലഭ്യമാകും അല്ലേ? അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നാം. അപ്പോൾ ഭൂമിയിലെ സ്വർഗമാണിത്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചോദിച്ചാലും ഖബൂലുണ്ടാകും, ഇജാബത്ത് കിട്ടും എന്ന വലിയ പ്രതീക്ഷയും നമുക്കുണ്ട്. അള്ളാഹു നമുക്ക് ഖബൂൽ നൽകട്ടെ. ധാരാളം ആളുകൾ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുക. ഇപ്പോൾ അനങ്ങിയാൽ ക്യാൻസർ, എല്ലാവർക്കും ക്യാൻസർ വ്യാപകമാണ്. ചെറിയ എന്തെങ്കിലും ഒരു തലവേദന, ഒരു ഉരവേദന ഒക്കെ വരുമ്പോഴേക്ക്, തൊണ്ടയിൽ വേദന വരുമ്പോഴേക്ക്, സൗണ്ട് ചെറിയൊരു വ്യത്യാസം വരുമ്പോഴേക്ക് അതിൻ്റെ ചെക്കപ്പ് ഡോക്ടർമാർ വിദഗ്ധന്മാരെ കാണിച്ച് അവർ ചെക്കപ്പിന് നിർദ്ദേശിക്കും. റിസൾട്ട് കിട്ടുന്നത് ശ്വാസകോശത്തിൽ ക്യാൻസർ, ബ്ലഡിൽ ക്യാൻസർ,
ബ്രെയിനിൽ ക്യാൻസർ, ബ്രസ്റ്റിൽ ക്യാൻസർ, മജ്ജയിൽ ക്യാൻസർ, സ്വകാര്യ ഭാഗത്ത് ക്യാൻസർ. ഇപ്പോൾ ഞാൻ ഇന്നലെ എല്ലാ ഞായറാഴ്ചയും എൻ്റെ മഹല്ല് പള്ളിയിൽ പിലാത്തറ കടാമ്പുഴ അവിടെ ഉണ്ടാകുമ്പോൾ ഇന്നലെ തിരൂരുള്ള ഒരാൾ ഒരു 19 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അയാളെ ശരീരം തന്നെ വ്യത്യാസപ്പെട്ട ഒരവസ്ഥയിലാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നത് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ശക്തമായ വേദനയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരു ഭേദമില്ല, എന്താണ് ഞാൻ ചെയ്യുക? കരഞ്ഞിട്ട് ഇങ്ങനെ പറയാം. ബ്ലഡ് ക്യാൻസറാണ്. എന്ത് ചെയ്യും? രാത്രി കിടന്നാൽ ഉറക്കില്ല. രാത്രി ഇങ്ങനെ സമയം വാച്ചിലിങ്ങനെ നോക്കും. എല്ലാവരും കുറച്ചൊക്കെ അങ്ങനെയാണുള്ളത്. ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ച ഒരു മാസമൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കും. ഇത് ദിവസം വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ എന്താവും, ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കൂടെയുള്ള വീട്ടുകാരും കിടന്നുറങ്ങും. പിന്നെ ഇവരിങ്ങനെ വാച്ച് നോക്കിക്കും. സുബഹി വാങ്ങൊന്ന് കേട്ടെങ്കിൽ അവിടെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. പടച്ച റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാവർക്കും റബ്ബേ ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട്, അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ കൊണ്ട് ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. മജ്ജയിലൊക്കെ ക്യാൻസർ പിടിച്ച കുഞ്ഞു മക്കൾ, 4-5 വയസ്സായ കുട്ടികൾ, കണ്ണിൽ ക്യാൻസറുള്ള കുട്ടികൾ, ബ്ലഡ് ക്യാൻസറായിട്ട് വായുന്നു ഒക്കെ ഇങ്ങനെ ബ്ലഡ് ഒഴുകി അങ്ങനെയൊക്കെ വരുന്ന നിത്യകാഴ്ചകൾ നമുക്കത് താങ്ങാനും സഹിക്കാനും പറ്റാവുന്നതിലപ്പുറം ആ നിലക്ക് വേദനയോടെ കഴിയുന്ന ആയിരങ്ങളുണ്ട്. നമ്മൾക്കിപ്പോൾ ഒന്ന് കാര്യമായിട്ട് അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ നാം ഒരു നിമിഷം ചിന്തിക്കണം, നാളെ പിറ്റേന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഇതുപോലുള്ള വല്ല റിപ്പോർട്ട് പറഞ്ഞാൽ നമ്മളാകെ തളർന്നു പോകും. പിന്നെ ദുനിയാവിൻ്റെ ചിന്ത ഉണ്ടാവില്ല. നമ്മൾ ബായാർ സ്വലാത്തിലൊക്കെ പറയലുണ്ട്, എത്രയോ ദൂരെ തിരുവനന്തപുരം, അതുപോലെ കർണാടകയിലെ ദൂര സ്ഥലങ്ങൾ, ഭട്കൽ, ബൽഗാം, അവിടെ നിന്നൊക്കെ വരുന്ന ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, അവർ കാഴ്ച നഷ്ടപ്പെട്ടവർ, ക്യാൻസർ പിടിപെട്ടവർ, മറ്റുള്ള പ്രയാസങ്ങളുള്ളവർ, അവരൊക്കെ ഒരേ ചിന്തയിലാണ്. ഈ കാഴ്ച നഷ്ടപ്പെട്ട ആളുകൾ, അവരുടെ മനസ്സിൽ ഒരേ നെയ്യത്തുണ്ടാവുള്ളൂ, പടച്ചോനെ എൻ്റെ കാഴ്ച ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ. ഞാൻ ഈ പറഞ്ഞ പോലെ അസുഖമുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ അവർ ചിന്തിക്കുന്നത്, പടച്ചോനെ എനിക്ക് അസുഖം ഉണ്ടെങ്കിലും വേണ്ടില്ല, എൻ്റെ വേദന ഒന്ന് ചുരുങ്ങി കിട്ടിയെങ്കിൽ, വേദന ഒന്ന് മാറി കിട്ടിയെങ്കിൽ. നാളെ ഒരാൾ വന്നിട്ട് പറയാം, അയാൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. അപ്പം എന്നോട് വന്നിട്ട് പറഞ്ഞു, അയാൾ വലിയ സന്തോഷത്തോടെ പറയാണ്, അപ്പം ഡയാലിസിസ് അതിന് എണ്ണം കുറവ് വന്നിട്ടില്ല. അപ്പം മൂപ്പർക്ക് വെള്ളിയാഴ്ചയാണ് ഡയാലിസിസ് സാധാരണ. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് ആ വെള്ളിയാഴ്ച ഡേറ്റ് ഒന്ന് മാറ്റി കിട്ടി. അങ്ങനെ അൽഹംദുലില്ലാ വെള്ളിയാഴ്ച എനിക്ക് സ്വലാത്തിന് വരാൻ പറ്റിയല്ലോ, ഡോക്ടർ ഒന്ന് ഡേറ്റ് മാറ്റി തന്നു, വലിയ സന്തോഷമാണ്. അപ്പോൾ അവർക്ക് ഒരു ഡേറ്റ് ഒരു ദിവസമുള്ളത് അപ്പുറത്തേക്ക് മാറ്റി കൊടുത്തപ്പോഴേക്ക് സന്തോഷം. അപ്പോൾ ഓരോ അസുഖങ്ങളുമായിട്ട് വരുന്ന ആളുകൾ, നടക്കാൻ കഴിയാത്ത ആൾ ചിന്തിക്കപ്പെടച്ച റബ്ബേ എനിക്കൊന്ന് നടക്കാൻ കഴിഞ്ഞാൽ മതിയെങ്കിൽ, കേൾവിയില്ലാത്തവന് കേൾവി കിട്ടിയാൽ മതിയായിരുന്നു, സംസാരിക്കാൻ പറ്റാത്തവന് സംസാരിച്ചാൽ മതിയായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവനും എനിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു, വേറൊന്നും വേണ്ട. വെള്ളം ഇറങ്ങാത്തവർ അവർ ചിന്തിക്കപ്പെടച്ച റബ്ബേ എനിക്കൊന്ന് വെള്ളം ഇറക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് ആശ്വാസമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ നിലക്കുള്ള അവസ്ഥയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. നമ്മൾക്കിപ്പോൾ ഒന്ന് എല്ലാം ഉണ്ടായിട്ടും ധാരാളം നിഅമത്ത് അല്ലാഹ് ചൊരിഞ്ഞു തന്നിട്ടും അതൊന്നും നമ്മൾക്ക് ഹിസാബില്ല, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും അതൊരു വലിയ പർവ്വതീകരിച്ച് വലിയ സംഭവമായിട്ട് എല്ലാവരോടും വിളിച്ചാൽ ഞാൻ ഇന്ന വിഷമത്തിലാണ്, ഞാൻ വല്ലാത്ത കുറുക്കിലാണ്, വല്ലാത്ത ഞെരുക്കത്തിലാണ്,
എന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ധാരാളം നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ ചൊരിത് തന്നിട്ട് അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് ആകെ വലിയ സംഭവമായിട്ട് ആകെ തളർന്ന് തകർന്ന്. ഈമാനുള്ള ആളുകൾക്ക് അങ്ങനെ പറ്റൂല എന്നാണ് പറഞ്ഞു വന്നത്. എന്ത് വിഷമം വന്നാലും മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലിലൊരു മുള്ള് തറച്ചാൽ പോലും അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയിൽ സബ്ർ ചെയ്താൽ അവരെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വിഷമം നമുക്കുണ്ടെങ്കിലും അതിൽ നമ്മൾ സബ്ർ ചെയ്താൽ അല്ലാഹു ദോഷം പൊറുക്കും, ദറജ കയറി കിട്ടും. അപ്പം മുഅ്മിനീങ്ങൾക്കുള്ള പരീക്ഷണങ്ങൾ അവരെ ദോഷം പൊറുക്കാനാണ്, അവരെ ദറജ ആഖിറത്തിൽ അല്ലാഹു ദറജ കൊടുക്കാനാണ്. അതേസമയം ധിക്കാരികളായ ആളുകളെ പാഠം പഠിപ്പിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷണങ്ങൾ നൽകും. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ ഈ കാലഘട്ടം വളരെ പ്രയാസകരമായ വൃത്തികേടുകൾ നിറഞ്ഞ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആ നിലക്ക് വഴികേടിത്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആര് പറഞ്ഞാലും കേൾക്കൂല, ഉമ്മ വാപ്പും പറഞ്ഞാൽ കേൾക്കൂല, ഗുരുനാഥന്മാർ പറഞ്ഞാൽ കേൾക്കൂല, കാരണവന്മാർ പറഞ്ഞാൽ അനുസരിക്കൂല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്നിപ്പോൾ വ്യാപകമായി ലഹരി പല രൂപേണയും വിറ്റഴിക്കപ്പെടുകയാണ്. സ്കൂളുകളുടെ പരിസരങ്ങളിൽ പ്രത്യേകമായും പല രൂപത്തിലും ലഹരി വിറ്റഴിക്കപ്പെടുന്നു. അതൊക്കെ കുട്ടികൾ കൈകാര്യം ചെയ്യാൻ, സ്ത്രീകളടക്കം പഴയ കാലത്തൊന്നും കേൾവില്ലാത്ത വിഷയങ്ങളാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻ്റെ കഴുത്തറക്കണ്, ബാപ്പനെ കുത്തിക്കൊല്ലണ്. കാരണം പരിസരബോധം ഉണ്ടാവില്ല, ബുദ്ധിയില്ലല്ലോ. ഈ ഒരു അവസ്ഥ വർദ്ധിച്ച ഈ കാലം നാം ചിന്തിക്കേണ്ടത് നാമുമായി ബന്ധപ്പെട്ടവരിൽ, നമ്മുടെ മക്കളിൽ എല്ലാവരിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിട്ട് കൊടുക്കുക, അല്ലാഹു അല്ലാഹ് എന്ന ചിന്ത ഖൽബിലിട്ട് കൊടുക്കുക. ആ ചിന്ത വന്നാൽ പിന്നെ വേണ്ടാതരങ്ങളിൽ നിന്ന് വഴിമാറാൻ അത് തന്നെയാണ് പ്രതിവിധി എന്ന് മനസ്സിലാക്കി ഇതുപോലെ നമ്മുടെ കുട്ടികൾ, ധാരാളം കുട്ടികളിലൂടെ പഠിക്കുകയാണ്. ഇൽമിൻ്റെ കേന്ദ്രമാണത്. അപ്പോൾ ഈ സ്ഥാപനം, ഇതിൻ്റെ നടത്തിപ്പുകാർ അവർക്കൊക്കെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി നമ്മിലേക്ക് കടന്നു വരുന്നവർ റമളാനു ഷഹ്റു ഉമ്മത്തി, നമ്മുടെ മാസമായ റമളാൻ. ആ റമളാൻ ഖുർആൻ്റെ വാർഷിക മാസമാണ്. അതുകൊണ്ട് ഖുർആൻ ഖത്മാത്തുകൾ തീർക്കാൻ നമുക്ക് പറ്റണം. ചുരുങ്ങിയത് ഒരു ഖത്മെങ്കിലും ഖുർആൻ ഓതാനുള്ള സമയം നാം കണ്ടെത്തണം. അങ്ങനെ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, എഅ്തികാഫ്, ഖുർആൻ പാരായണം, നല്ല നിലക്കുള്ള പാവങ്ങളെ സഹായിക്കുക, യതീമക്കളെ സംരക്ഷിക്കുക, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക. അള്ളാഹിൻ്റെ അടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണത്. നമ്മൾ പള്ളിയിൽ കുറേ വർഷങ്ങളോളം എഅ്തികാഫിരിക്കണേക്കാളും അള്ളാഹുവിങ്കൽ വലിയ കബൂലുണ്ടാകും. പാവപ്പെട്ട ഒരാൾക്ക് അവരെ ആ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കുക. വിഷമിച്ച് വരുന്ന ഒരാൾ, അവർക്കൊരാശ്വാസം പകരുക, അവരെ കൂടെ നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരാവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക. അതൊക്കെ വർഷങ്ങളോളം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണെന്ന് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരം ചെയ്ത് ഒരാളെയും പ്രയാസപ്പെടുത്താതെ പാവങ്ങളായ ആളുകൾ, ഇനിയിപ്പോൾ റമദാൻ മാസമാണ് വരുന്നത്, എത്രയോ വിഷമിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ഒന്നുമില്ലെങ്കിൽ ഒരു 10 റുപ്യ, ഒരു 50 രൂപ, ഒരു 100 റുപ്യ കൊടുത്താൽ അവർക്ക് സന്തോഷമാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാം മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. പാവങ്ങളായ ആളുകൾ ഈ കൊടും ചൂടിൽ
ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരിപ്പോൾ ഒരു 5000, 2000, 1000 ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഒരു 10-50 കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണത്തിന്, ഒരു ചോറിനുള്ള പൈസ കിട്ടിയാൽ, ഒരു ചായക്കുള്ള പൈസ കിട്ടിയാൽ അവർ അൽഹംദുലില്ലാഹ് ചിലപ്പോൾ അള്ളാഹുവെങ്കിൽ ഒരു വലിയ അമലായി നമുക്കത് മതിയാകും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കണക്കാക്കിയ വലിയ ആഫാത്തുകൾ, വലിയ അസുഖങ്ങൾ, വലിയ പ്രയാസങ്ങൾ ഈ ഒരു ചെറിയ സ്വതക്ക കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് തട്ടിമാറ്റും. അതുകൊണ്ട് ഒരാളെയും ചെറുതായി കാണാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ, ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല വാക്ക് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക് ഒരു പാവപ്പെട്ട ഒരാൾ വന്നാൽ അവരെ നാം ആട്ടിയോടിക്കുക, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുക, അവരെ കുറവാക്കുക, അവരെ ചെറുതായി കാണുക, അത് മൂമിനായ മനുഷ്യൻ്റെ സ്വഭാവമല്ല. മൂമിന് അങ്ങനെ ചെയ്യാനും പെരുമാറാനും പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല വാക്ക്, അതല്ലെങ്കിൽ തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖ, നിന്റെ സ്നേഹിതന്റെ മുമ്പിൽ നീ നൽകുന്ന ഒരു തബസ്സും, ഒരു പുഞ്ചിരി, അത് സ്വദഖയാണ്, ധർമ്മമാണ് എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് ഖുർആൻ പറഞ്ഞ 1000 മാസത്തേക്കാൾ മഹത്വമുള്ള ഖദറിന്റെ രാത്രി നമ്മിലേക്ക് കടന്നു വരുന്നു. ബദർ ദിനം മഹാന്മാരായ ബദരീങ്ങൾ, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല എന്ന് ഖുർആൻ പറഞ്ഞ മഹാന്മാരായ ബദരീങ്ങളുടെ ബദർ ദിനം നമ്മിലേക്ക് വരുന്നു. അവ്വലുഹു റഹ്മ എന്നിങ്ങനെ പറഞ്ഞ് ഓരോ 10 ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിൻ്റെ 10, മഗ്ഫിറത്തിൻ്റെ 10, തഖ്വൻ്റെ 10, അതൊക്കെ ഉസ്താദന്മാരോട് പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ടാണ് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ദിനങ്ങളൊന്നും മറന്നു പോകാതെ റമദാനിലെ സ്പെഷ്യലായ നിസ്കാരം, 20 റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കാരം, പുരുഷന്മാരെല്ലാം പള്ളിയിലെ ജമാഅത്തിൽ തന്നെ സംബന്ധിക്കാൻ വേണ്ടി സമയം കാണുകയും അതോടുകൂടി റവാത്തിബ് സുന്നത്തുകൾക്ക് ഫർളിൻ്റെ കൂലിയ, ഫർളിന് 70 അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ടുള്ള കൂലി അള്ളാഹു അവൻ്റെ ഇബാദിന് അവരെ ഇഖ്ലാസ് അനുസരിച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ നാം ധാരാളം സുന്നത്ത് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഖൈറാത്തുകൾ ചെയ്യുക. അങ്ങനെ റബ്ബിൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ നോമ്പ് നഷ്ടപ്പെടുന്ന വാക്കോ പ്രവൃത്തിയോ നമ്മിലില്ലാതെ കാത്തു സൂക്ഷിക്കുക. എഴുപത്തും നമീമത്തും ഫിത്തനയും ഫസാദും. ഇപ്പോൾ എഴുപത്തും നമീമത്തും നേർക്ക് നേരല്ലെങ്കിലും ഈ വാട്സാപ്പും ഫേസ്ബുക്കും അതിലിങ്ങനെയാണല്ലോ എല്ലാവരും. അപ്പോൾ അതിലുള്ള ഇടപെടലും മതി. മറ്റുള്ളവരെ കുറവാക്കി, അവരെ ചീത്ത പറഞ്ഞ്, തെറ്റിദ്ധാരണ വരുത്തി, ആരോപണങ്ങൾ ഉന്നയിച്ച്, കളവ് പ്രചരിപ്പിച്ച്, മറ്റുള്ളവരെ കുറ്റവും കുറവും ഒക്കെ വാട്സാപ്പിൽ, ഫേസ്ബുക്ക്, ഏതൊരു സോഷ്യൽ മീഡിയകളിലാണെങ്കിലും അതെല്ലാം നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന വലിയ തെറ്റുകളായിരിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ അള്ളാഹുകൾ മുഴുവനും സംരക്ഷിക്കാൻ, സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാടുകളിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് റമദാൻ്റെ തൊട്ടു മുമ്പുള്ള സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് നടത്തി വരാം. ഒരു ചെറിയ നിലക്കൊന്ന് ദുആ നടത്തി ഈ മജ്ലിസ് പൂർത്തീകരിക്കുകയാണ് എല്ലാവരും. ഇത് മഹ്ളറത്തുൽ ബദരിയ, അതിൻ്റെ വാർഷികവും കൂടിയാണ്. ബദരീങ്ങളെ പറഞ്ഞ പൂർണ്ണമായിട്ട് ബദരീങ്ങളെ അസ്മാകൾ പറഞ്ഞ മജ്ലിസാണ്. അള്ളാഹു ബദരീങ്ങളെ കൊണ്ട് നമുക്ക് ഖബൂൽ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ കണ്ണൂരിലുള്ള ജഫരിക്ക നേരത്തെ പറഞ്ഞ തെക്കുംമലയിലെ അബൂബക്കർ മുസ്ലിയാരി ഉസ്താദ് അവർകൾ മുഖാന്തരം അവർ സഹായത്തിൽ സംഭാവനയിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ മക്കൾക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന അമീൻ, മുസ്തു ഉൾപ്പെടെയുള്ള മക്കൾക്ക് വേണ്ടിയും മറ്റു പെൺകുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഉമ്മവാപ്പമാർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനത്തിൽ പഠിക്കുന്ന ഷമീൽ എന്ന വിദ്യാർത്ഥിയുടെ പെങ്ങൾക്ക് സുഖപ്രസവത്തിന് വേണ്ടി, പിന്നെ അളിയന് ജോലി ശരിയാകാൻ വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആദിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മ 3000 രൂപ, കണ്ണൂരിലുള്ള അലി എന്ന് പറയുന്ന സഹോദരൻ സീരിയസായി ആണ്, ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നൗഷാദ് എന്ന് പറയുന്ന സഹോദരൻ 3000, ഉണ്ണിയും കുട്ടിയൊക്കെ 1000,
മൊയ്തുട്ടി ബാക്കവി ഉസ്താദ് 1000, അസീസ് MK 1000, ഇവരെല്ലാം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 1,00,000 രൂപ ഒരു സഹോദരി നമ്മുടെ പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട നൂറുസാദാത്ത് തങ്ങളവറുകൾ പ്രത്യേകം ദുആ ചെയ്യും. കാഫി പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞല്ലോ ആൾക്കാർ തീർക്കാൻ വേണ്ടി. അതുപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി സംഭാവനകൾ ഏറ്റെടുത്ത ആളുകളുണ്ട്. കുട്ടികളെ ഭക്ഷണത്തിലേക്കും മറ്റൊക്കെ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അഡ്മിഷൻ്റെ ഉദ്ഘാടനമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പൈസ എണീക്കണ്ടേ. എല്ലാവരും നല്ല സ്വതക്ക തരണം. ദുആന്റെ ശേഷം നല്ല നിയ്യത്തോടുകൂടി എല്ലാവരും ദുആന്റെ മുമ്പ് നല്ലൊരു സ്വതക്ക ഈ സ്ഥാപനത്തിന് വേണ്ടി കരുതി വെക്കുക. ദുആ കഴിഞ്ഞ ഉടനെ ഇവിടെ ഏൽപ്പിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا سيدنا يا رسول الله، يا سيدنا يا حبيب الله، يا سيدنا يا خير خلق الله صلى الله عليه وسلم، خذ بأيدينا قلت حيلتنا وأنت وسيلتنا أدركنا. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധമായ മഹളറത്തുൽ ബദരിയ വാർഷിക സമ്മേളനത്തിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ ഖബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്.
ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب حياتاكنا الله. ഈമാനേറ്റി തരണം അല്ലാഹ്. തഖ്വയേറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅയേറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ ചൂരപ്പെട്ട ഈ സ്ഥാപനവുമായി, അതുപോലെ ദാറുൽ തൗഫീഖ് നമ്മുടെ സ്ഥാപനവുമായി, ഇവിടെ നടക്കുന്ന ദീനീ സംരംഭങ്ങളുമായി, പ്രത്യേകിച്ച് ഈ ആത്മീയ സമ്മേളനവുമായി, മഹ്ളറത്തുൽ ബദരിയ ഈ വാർഷിക സമ്മേളനവുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഈ മജ്ലിസിലുള്ള സയ്യിദുമാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്കൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്. ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് അബോധാവസ്ഥയിൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാൻ.
കല്യാണം കഴിഞ്ഞ മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് SSLC ഉൾപ്പെടെയുള്ള പരീക്ഷകൾ നടക്കാനിരിക്കുന്നു. പല പരീക്ഷകളും നടക്കുന്നു. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഈ പരിപാടിയിൽ സമ്മേളിച്ച സർവരിലും ഖൈറാത്ത് ബറകാത്ത് ഏറ്റിത്തരണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സെഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മാത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാഹ്. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സെഹറോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സെഹറും ഈ മജ്ലിസിൽ ബാത്തുലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാഹ്. സാഹിദീങ്ങൾ, ഹാസിദീങ്ങൾ, ളാലിമീങ്ങൾ, കുഫാരീങ്ങൾ, ഫത്താനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുതകബ്ബിരീങ്ങൾ, മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാനെ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കല്യാണപ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിൻ്റെ പണി, മസ്ജിദ്, ബിൽഡിംഗ്, സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തീകരിക്കണം റഹ്മാനെ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല തവണ തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരമേറ്റിത്തരണം അല്ലാഹ്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മാത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളേറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ പോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദ്റാത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ റബ്ബേ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. يا ربنا أنت مولانا عليك توكلنا وإليك أنبنا حسبنا الله ونعم الوكيل نعم المولى ونعم النصير. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. നമ്മളെ സിദ്ദീഖ് ഹാജിയുടെ അനുജൻ്റെ അമ്മായിയമ്മ ഇപ്പോൾ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജ്യേഷ്ഠൻ്റെ മകൻ കുവൈത്തിലെ കൊടുമുണ്ട ഉസ്താദിൻ്റെ ജ്യേഷ്ഠ മകൻ മുത്തുപ്പ
മഞ്ഞപ്പിത്തായിട്ട് വെന്റിലേറ്ററിലാണ്. നീ ആഫിയത്ത് നൽകണം അല്ലാഹു. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.